ഈ വീഡിയോയിലൂടെ ഞാൻ ട്രാക്ഷനെ കുറിച്ചും ഡീകംപ്രഷനെ കുറിച്ചും കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ട്രാക്ഷനും ഡീകംപ്രഷനും മാത്രം മതിയോ ഡിസ്ക് ബൾജ് ഹീലാവാൻ? അത് നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം. ഇപ്പോൾ ഇവിടെ ഈ വെർട്ടിബ്രയുടെ ബോഡിയിൽ നമുക്കൊരു ഡിസ്ക് ബൾജ് കാണാം. ട്രാക്ഷന്റെയും ഡീകംപ്രഷന്റെയും മെയിൻ എയിം എന്ന് പറയുന്നത് ഈ ഡിസ്കിലേക്കുള്ള പ്രഷർ കുറയ്ക്കുക. ഇപ്പൊ മുകളിലത്തെയും താഴത്തെയും ഡിസ്കിനെ തമ്മിൽ ഡിസ്ട്രാക്ട് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറയാം, അടുപ്പിക്കുന്നതാണ് കംപ്രഷൻ, അകത്തുനിന്നാണ് ഡീകംപ്രഷൻ. ഓക്കെ, ട്രാക്ഷനിലും ഡീകംപ്രഷനിലും നമ്മൾ ചെയ്യുന്നത് വെർട്ടിബ്രയിൽ തമ്മിലുള്ള അകലം കൂട്ടുക. അതിന്റെ ഫലമായിട്ട് വെർട്ടിബ്രയുടെ ഇടയിൽ ഒരു നെഗറ്റീവ് പ്രഷർ ക്രിയേറ്റ് ചെയ്യും. അതിന്റെ ഫലമായി പുറത്തേക്ക് വന്ന ഡിസ്ക് സ്ലോലി ഉള്ളിലേക്ക് വലിയും. അതാണ് ഈ രണ്ട് മെഷീനിലും നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നോളജി. നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ട്രാക്ഷൻ ഏകദേശം ബോഡി വെയ്റ്റിന്റെ 50% വരെ നമുക്ക് യൂസ് ചെയ്ത് നമ്മൾ ബെൽറ്റ് ഇട്ടുകൊണ്ട് താഴേക്ക് വലിക്കും. അപ്പോൾ അത് ടോട്ടലി സ്പൈനൽ കോളത്തിൽ മൊത്തമായിട്ട് ലോഡ് ക്രിയേറ്റ് ചെയ്യും. അതിന്റെ ഫലമായിട്ട് അവിടെ ട്രാക്ഷൻ ഫോഴ്സും നെർവ് ഇറിറ്റേഷൻ കുറയും. ഇതിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, നമുക്ക് ഇപ്പോൾ ഡിസ്ക് ബൾജ് L2 L3 ലെവലിലാണെങ്കിൽ അവിടെ മാത്രമായിട്ട് ഫോഴ്സ് അല്ലെങ്കിൽ ട്രാക്ഷൻ ഫോഴ്സ് കൊടുക്കുവാൻ പ്രായോഗികമായി ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ നമ്മുടെ ഹിപ്പിന്റെയും നീയുടെയും പൊസിഷനിങ് അറേഞ്ച് ചെയ്ത് അത് ഒരു പരിധി വരെ കറക്റ്റ് ചെയ്യാവുന്നതാണ്. ഡീകംപ്രഷൻ മെഷീന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, നമുക്ക് ഏത് ലെവലിലാണോ ബൾജ് ഉള്ളത് ആ ഏരിയയിൽ ഡീകംപ്രഷൻ നമുക്ക് ചെയ്യാൻ സാധിക്കും എന്നാണ്. പക്ഷെ അത് ട്രാക്ഷനെ അപേക്ഷിച്ച് കുറച്ച് എക്സ്പെൻസീവ് വളരെ കൂടുതലാണ്. ഞാൻ പറയുന്നത് വേറൊരു കാര്യമാണ്. നമ്മൾ ട്രാക്ഷനും ഡീകംപ്രഷനും മാത്രം ചെയ്താൽ നമ്മുടെ വേദനയോ ഡിസ്ക് ബൾജോ മാറുകയില്ല. ഇപ്പൊ നമ്മൾ ഈ പൊസിഷനിൽ ട്രാക്ഷൻ ചെയ്യാൻ ഏകദേശം 10-15 മിനിറ്റ്, ഡീകംപ്രഷൻ ആയാലും 20-30 മിനിറ്റ് അല്ലെങ്കിൽ 10-20-30 മിനിറ്റ് നമ്മൾ ബെഡിൽ കിടക്കണം. അപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഇപ്പോൾ ഇവിടെ L3 L4 ലെവലിൽ ഡിസ്ക് ബൾജ് ആണ്. ഈ ലെവലിൽ നമ്മൾ മെഷീൻ സെറ്റ് ചെയ്തു, ഡീകംപ്രഷൻ കൊടുത്തു. അപ്പൊ ഇതിന്റെ ഫലമായിട്ട് ഡീകംപ്രഷൻ വന്നത് ഈ പുറത്തു വന്ന ഡിസ്ക് സ്ലോലി ഉള്ളിലേക്ക് പുഷ് ചെയ്യും. ഓക്കെ, അപ്പോൾ നെർവ് പുറത്തേക്ക് വന്നത് ഇറിറ്റേഷൻ കുറഞ്ഞു വിചാരിക്കാം. പക്ഷെ നമ്മൾ ഇതിന് ശേഷം എക്സസൈസ് ചെയ്തില്ലെങ്കിൽ നമ്മൾ ഈ ട്രാക്ഷൻ കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോൾ, ഓക്കെ, ഇപ്പൊ സൈഡ് ചെരിഞ്ഞ് ഇങ്ങനെ എഴുന്നേറ്റാലും വീണ്ടും ഇവിടേക്ക് പ്രഷർ വരും. അപ്പൊ നമ്മൾ ട്രാക്ഷൻ ചെയ്ത ഉള്ളിലേക്ക് കയറിയ ഡിസ്ക് വീണ്ടും പുറത്തേക്ക് വരാൻ സാധ്യതയുണ്ട്. അതുപോലെ നമ്മളിവിടെ കുറച്ചു നേരം ഇരുന്ന് വീണ്ടും പ്രഷർ വന്നു, വീണ്ടും ഇവിടേക്ക് പ്രഷർ വരാം. അതെല്ലാം തിരിച്ച് ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് കാറിലോ ബസ്സിലോ 10-20 മിനിറ്റോ 30 മിനിറ്റോ വീണ്ടും ഇരുന്ന് പോയാൽ, ഓക്കെ, ഇരുന്ന് പോകുമ്പോൾ വീണ്ടും നമ്മൾ ട്രാക്ഷൻ കൊടുത്താൽ വെർട്ടിബ്രയിലേക്ക് തന്നെ വീണ്ടും ലോഡ് വന്ന് വീണ്ടും ബൾജ് സംഭവിക്കാം. അതുകൊണ്ട് ഞാൻ പറയുന്നത്, നമുക്ക് ഈ ഡിസ്ട്രാക്ഷൻ ഫോഴ്സും ട്രാക്ഷൻ ഫോഴ്സും ഇന്റർവെർട്ടിബ്രൽ സ്പേസിങ്ങും കൂട്ടാനുള്ള സിമ്പിൾ എക്സസൈസുകളും ഉണ്ട്. ഈ ട്രാക്ഷനോ അല്ലെങ്കിൽ ഡീകംപ്രഷനോ ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് നിങ്ങൾക്ക് സ്വന്തമായി ചെയ്യാവുന്ന ഈ ഡീകംപ്രഷൻ സ്വന്തമായി ചെയ്യാവുന്ന എക്സസൈസുകൾ അത് കണ്ടിന്യൂ ചെയ്തില്ലെങ്കിൽ ഇതുകൊണ്ട് കാര്യമായ ഒരു ബെനിഫിറ്റ് നിങ്ങൾക്ക് ഉണ്ടാവില്ല. ഈ അറിവ് നിങ്ങളുമായി പങ്കുവയ്ക്കാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. കൂടുതൽ പൈസ ചെലവാക്കി ട്രീറ്റ്മെന്റ് ചെയ്യുന്നതിനേക്കാൾ അപ്പുറം അതിന് പിന്നിൽ സംഭവിക്കുന്ന മെക്കാനിസം, അതിനുശേഷവും ചെയ്യേണ്ട എക്സസൈസുകളും അതിന്റെ ഇമ്പോർട്ടൻറ്റും കൂടി മനസ്സിലാക്കി ഓരോ ട്രീറ്റ്മെന്റും തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.